ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് SSLC മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചർച്ച ചെയ്യാം. ഹിന്ദിക്ക് 40 മാർക്കിന് 1.5 മണിക്കൂറാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന നിർദ്ദേശം നന്നായി വായിക്കുക. ഫസ്റ്റ്, പഹലെ 20 मिनट के समय प्रश्नों का वाचन करें, मनपसंद प्रश्नों का चयन करें तथा उत्तर लिखने की तैयारी करें. ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ച് നിങ്ങൾക്ക് നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ്, സൂചനായെ ധ്യാൻ സേ പഠേ ഔർ ഉത്തർ ലിഖേ. നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടുകൂടി വായിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. തേർഡ്, ഉത്തർ ലിഖ്തേ സമയ അങ്ക് ഔർ സമയ പർ ധ്യാൻ ദേ. അതുപോലെ തന്നെ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് സമയവും അതുപോലെ തന്നെ മാർക്കും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് ഫോർത്ത് വൺ, 1 से 31 तक प्रश्नों के लिए अधिकतम अंक 40 है. അതുപോലെ തന്നെ 1 മുതൽ 31 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും കൂടിയ മാർക്ക് നിങ്ങൾക്ക് 40 മാർക്കാണ്. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധയോടെ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് സൂചന നമുക്ക് നോക്കാം. बीरबहुटी कहानी का यह हंस पढ़े और 1 से 4 तक के प्रश्नों के उत्तर लिखे. അതായത് ബീർബഹുട്ടി എന്ന് പറയുന്ന സ്റ്റോറിയിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചിട്ട് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താ നോക്കാം പാസേജ്. ബാദൽ ബഹുത്ത് ബരസ് ലിയേ ദേ, ഫിർ ഭി ബഹുത്ത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ താ, വേ ഗേത്തോം ജംഗളോं के ऊपर छाए हुए थे, सारा आकाश मेघों से भरा था, मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी, पेड़ों के तने अभी भी गीले थे. ഇവിടെ ബാരിഷ് കാ വർണ്ണ, അതായത് മഴയുടെ വർണ്ണനയാണ് കഹാനികാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് താഴെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ബഹുത്ത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാദ കിൻമേ. ഒരുപാട് വെള്ളം ഉന്മേ ബച്ചാ ഹുവാദെ, അതിൽ അവശേഷിച്ചിരുന്നു. കിൻമേ ഏതിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ബഹുത്ത് ബാദൽ ബഹുത്ത് ബരസ് ലിയേ ദേ, ഫിർ ബി ബഹുത്ത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാദെ. ഉന്മേ എന്ന് കൊടുത്തിരിക്കുന്ന ഇവിടെ ബാദലിനെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസർ ബാദലോമേ. ക്വസ്റ്റ്യൻ നമ്പർ 2, ഉന്മേ മേ നിഹിത് സർവനാം കോൺസാ ഹെ. അപ്പോൾ നിങ്ങൾ എല്ലാ അതിൻ്റെയും സർവനാം പഠിച്ചിരിക്കണം. അത് ഉന്മേ എന്നുള്ള പദത്തിനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസിൽ ലാസ്റ്റ് 4ാമത്തതാണ് വേ എന്നുള്ളതാണ് ഉന്മയിലെ സർവനാമം. ക്വസ്റ്റ്യൻ നമ്പർ 3, അബി ബി ഹുയി ബാരിഷ് കാ വർണ്ണൻ കഹാനികാരനെ കൈസേ കിയാ ഹെ. ഇവിടെ മഴയുടെ വർണ്ണന കഥാകാരൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതന്നെയാണ് ഈ പാസേജിൽ കൊടുത്തിട്ടുള്ളത്. ഫുള്ളും മഴയെക്കുറിച്ചുള്ള വർണ്ണനയാണ്. അതുകൂടാതെ നമുക്ക് ഈ 4ാമത്തെ ക്വസ്റ്റ്യന് മാച്ച് ചെയ്യാനുണ്ട്. മുകളിൽ കൊടുത്ത പാസേജും അതുപോലെ തന്നെ ഈ മാച്ച് ചെയ്യാനുള്ള ഈ ക്വസ്റ്റ്യൻസിനും കൂടി ഉൾപ്പെടുത്തിയാൽ 3 മാർക്കിനുള്ള വർണ്ണനയായി. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഉചിത് വാക്യാംശ ചുനെ വാക്യോം കി പൂർത്തി കരെ. ഉചിതമായ സെൻറ്റൻസ് തിരഞ്ഞെടുത്തിട്ടാണ് ഇവിടെ വാക്യം പൂർത്തീകരിക്കേണ്ടത്. ഫസ്റ്റ് ക ഖേത്തോം കെ ഊപ്പർ, അതിന് കറക്റ്റായിട്ടുള്ള ആൻസറാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ബാദൽ ഛായേ ഹുയേ ദേ. സെക്കൻഡ് ഘ ഗീലി ഹവായേ, തണുത്ത കാറ്റ് ചൽ രഹീദി. രണ്ടാമത്തത് ഗീലി ഹവായേ ചൽ രഹീദി. ഘ പേടോം കെ തനെ പാനി സേ ഗീലേ ദേ, മരത്തടികൾ വെള്ളത്താൽ നനഞ്ഞിരുന്നു എന്നുള്ളത്. അടുത്തത് മൂങ് ഫലി കെ ഫൂൽ കാ രംഗ് പീല ഹോത്താ ഹെ. മുഫലിയുടെ പൂക്കളുടെ നിറം മഞ്ഞയാണ്. ലാസ്റ്റ് സാരാ ആസ്മാൻ ബാദലോം സേ ഭരാ ഹുവാദ. ആകാശം മുഴുവൻ കാർമേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഒന്നുകൂടെ പറയാം. ഗീത്തോം കെ ഊപ്പർ ബാദൽ ഛായേ ഹുയേ ദേ, ഗീലി ഹവായേം ചൽ രഹി ദി, പേടോം കെ തനെ പാനി സേ ഗീലേ ദേ, मूंगफली के फूल का रंग पीला होता है, सारा आसमान बादलों से भरा हुआ था.
അപ്പോൾ ഈ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ബീർ ബഹുട്ടി എന്ന് പറയുന്ന കഹാനിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. നന്നായി ശ്രദ്ധിച്ചാൽ അതെല്ലാം ഇതിനകത്ത് തന്നെ ആൻസേഴ്സ് കണ്ടെത്തി എഴുതാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ സൂചന കൊടുത്തിരിക്കുന്നത് അദാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ था, പാഠ് കാ ഏക് അംശ് പഠേ ഔർ 5 से 8 തക് പ്രശ്നോ കെ ഉത്തർ ലിഖേ. അതായത് നിങ്ങളുടെ ചാപ്റ്ററിലെ രണ്ടാമത്തെ പോയാണ് അദാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ था. ആ കവിതയെ ആസ്പദമാക്കിയിട്ടാണ് 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. സടക്ക് पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते. वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഇതിലെ ക്വസ്റ്റ്യൻ നമ്പർ 5, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കവി के अनुसार मनुष्य को कैसे जानना चाहिए. കവിയുടെ അഭിപ്രായത്തിൽ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയുന്നുള്ളത്, അത് ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. അപ്പോൾ ഇങ്ങനെ എഴുതുക, കവിക്ക് അനുസാർ മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാന്ന ചാഹിയെ. അതാണ് അതിൻ്റെ ആൻസർ, ലാസ്റ്റ് സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ്. അതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ 3 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇവിടെ 5 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള, അതായത് ശരിയായിട്ടുള്ള 3 എണ്ണമാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതാനുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അദാശാ വ്യക്തിക്കോ ജാനേ കാ മത്ലബ് ഹെ. ഒന്നാമത്തത് ഉസ്കി അദാശാക്കോ ജാന, അല്ലേ, അവൻ്റെ അദാശയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഉസ്കി ജാതിക്കോ ജാന, അതറിയണോ? വേണ്ട, ജാതി അറിയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഉസ്കി മുസീബത്തുക്കോ ജാന, അവൻ്റെ ബുദ്ധിമുട്ടുകൾ, അല്ലേ, മുസീബത്ത് അറിഞ്ഞിരിക്കണം. ഉസ്കി അസഹായതാക്കോ ജാന, അതും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉസ്കെ നാം പതേ ഔർ ഉമ്രക്കോ ജാന, അവൻ്റെ പേര്, അഡ്രസ്സ്, വയസ്സ്, അത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലേതൊക്കെയാണ് 3 എണ്ണം? ഉസ്കി അദാശാക്കോ ജാന, ഉസ്കി മുസീബത്തുക്കോ ജാന, ഉസ്കി അസഹായതാക്കോ ജാന. ആൻഡ് നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ വാക്യ പിരമിഡ് പൂർത്തി കരെ. ഒരു പിരമിഡാണ് ഇവിടെ. പിരമിഡിൻ്റെ രൂപത്തിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന വാക്യത്തെ ഡെവലപ്പ് ചെയ്യാൻ, പൂർത്തീകരിക്കാനാണ്. അപ്പോൾ ഇത് 2 സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 സെൻറ്റൻസും കൂടി നമുക്ക് എഴുതേണ്ടതാണ്. അത് വളരെ എളുപ്പമാണ്, 2 മാർക്കാണ് അതിന്. അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് സടക്ക് പർ റോഡിൽ, പിന്നെ ഒരു ശബ്ദം കൂടിയുണ്ട് ഗായൻ. അപ്പോൾ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് ഹംനെ ദേക്ക, അല്ലേ, നമ്മൾ കണ്ടു. അപ്പോൾ ഈ 2 എണ്ണം കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഹംനെ എന്നുള്ളത് ഫസ്റ്റ് വരുന്ന രീതിയിലും ദേക്ക എന്നുള്ളത് ലാസ്റ്റ് വരുന്ന രീതിയിലുമാണ് നമുക്ക് എഴുതേണ്ടത്. രണ്ടാമത്തെ സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത് ഹംനെ ഏക് വ്യക്തിക്കോ ദേക്ക, ഞങ്ങളൊരു വ്യക്തിയെ കണ്ടു. അപ്പോൾ അവിടെയും തന്നെ ആദ്യം ഫസ്റ്റ് ഹംനെ, ലാസ്റ്റ് ദേക്ക എന്ന് തന്നെ. ഈ 3ാമത്തെ സെൻറ്റൻസ് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സടക്ക് പർ വെച്ച് നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ആദ്യത്തേത് ഹംനെ എന്ന് എഴുതി. ഹംനെ സടക്ക് പർ ഏക് വ്യക്തിക്കോ ദേക്ക, സടക്ക് പർ റോഡിലാണ് ഒരു വ്യക്തിയെ കണ്ടത്. നെക്സ്റ്റ് വീണ്ടും അപ്പോൾ ഇങ്ങനെ എഴുതുക, ഹംനെ സടക്ക് പർ ഏക് ഗായൽ വ്യക്തിക്കോ ദേക്ക. ഇത്ര എഴുതിയ പിരമിഡ് പൂർത്തിയായി. അത് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പ്രവൃത്തിയാണിത്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ असहाय मनुष्य की सहायता करना ज़रूरी है. आदर्श से एक व्यक्ति बैठ गया था, कविता के आधार पर टिप्पणी लिखे. അസഹായ മനുഷ്യന് സഹായത കർണെ, സഹായിക്കുക എന്നുള്ളത് ജരൂരി, അത്യാവശ്യമാണ്. അദാശത്തി ഏക്ക് വ്യക്തി ബൈറ്റ് ഗയാത എന്ന രണ്ടാമത്തെ ആ പോയാം അതിനെക്കുറിച്ചിട്ടുള്ളൊരു ടിപ്പണിയാണ് ഇവിടെ ചോദിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ടിപ്പണി എഴുതാം എന്ന് പറഞ്ഞാൽ കുറിപ്പ് എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം അത് ആ കവിതയെക്കുറിച്ച്, അതുപോലെ കവിനെക്കുറിച്ചും കവിതയെക്കുറിച്ച് എഴുതുക. ആദാശ വ്യക്തിയെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൂചന, ടൂട്ടാ പഹിയ കവിത की ये पंक्तियाँ पढ़े और 9 से 12 तक के प्रश्नों के उत्तर लिखे. ടൂട്ടാ പഹിയ എന്ന് പറയുന്ന പോയത്തിലെ കുറച്ച് ലൈൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നന്നായി വായിച്ചിട്ട് 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് മേ രഥ് കാ ടൂട്ടാ ഹുവാ പഹിയാഹും ലേക്കിൻ മുജെ ഫേങ്കേ മത്ത്,
इतिहास की सामूहिक गति सहसा झूठी पट जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. ഇതിൽ നോക്കൂ 9ാമത്തെ ക്വസ്റ്റ്യൻ. ലേക്കിൻ മുझे फेंको मत അല്ലേ. കിസ്കോ എന്നാൽ എന്നെ വലിച്ചെറിയരുതെന്നാണ് പറയുന്നത്. എന്തിനെയാണെന്ന് നോക്കാം നമുക്ക്. ടൂട്ടെ പഹിയേക്കോ ഇതിഹാസ്കോ പൊട്ടിയ ചക്രത്തെ, അതുപോലെ തന്നെ ചരിത്രത്തെ, സച്ചായിക്കോ സത്യത്തെ, രഥുക്കോ രഥത്തെ. എന്തിനെയാണ് പറയുന്നത്? ടൂട്ടെ പഹിയേക്കോ. അതാണ് കറക്റ്റ് ആൻസർ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ടൂട്ടെ പഹിയേക്കോ. 10ാമത്തെ ക്വസ്റ്റ്യൻ. വിശേഷൺ ശബ്ദ് കോൻസാ ഹെ. വിശേഷൺ വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നൊരു ക്വസ്റ്റ്യനാണ് വിശേഷണം എഴുതാനുള്ളത്. വിശേഷണം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. അപ്പോൾ തന്നിരിക്കുന്ന ആ വേർഡിൽ ഫസ്റ്റ് ശബ്ദമായിരിക്കും വിശേഷണ പദമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ മാർക്ക് ആരും കളയരുത്. 1 മാർക്കാണ് ഇതിനുള്ളത്. അപ്പോൾ പിന്നെ ടൂട്ട പഹിയ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലെ വിശേഷൻ ടൂട്ട. അപ്പോൾ ശ്രദ്ധിക്കുക, വിശേഷണ പദം ഫസ്റ്റ് ആയിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. ടൂട്ട പഹിയയിലെ വിശേഷണ പദം ടൂട്ട. 11ാമത്തെ ക്വസ്റ്റ്യൻ. ടൂട്ട പഹിയ കിസ്ക പ്രതിനിധിത്വ കർത്താ ഹെ സ്പഷ്ട കരെ. ടൂട്ട പഹിയ കിസ്ക പ്രതിനിധിത്വ കർത്താ ഹെ സ്പഷ്ട കരെ. ടൂട്ട പഹി പൊട്ടിയ ചക്രം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ 12ാമത്തെ ക്വസ്റ്റ്യനിലെ കവി और कविता का परिचय देते हुए पंक्तियों का आशय लिखे. അപ്പോൾ ഇതിലും പറഞ്ഞിരിക്കുന്നത്, മുകളിൽ കൊടുത്തിരിക്കുന്നത് ടൂട്ട പഹിയയിലെ എന്തിനെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ കവി കവിതയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വരികളിലൂടെ ആശയം സ്പഷ്ടമാക്കാനാണ്. അപ്പോൾ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം കവിയെക്കുറിച്ചും പിന്നെ ഈ കവിതയെക്കുറിച്ച് കവിതാക്കെ ബാരേമേ കവിക്കാരായി അല്ലേ, കവിതയെക്കുറിച്ചുള്ള കവിയുടെ അഭിപ്രായങ്ങളും ഇതൊക്കെയാണ് സെൻറ്റൻസ് ആക്കി. കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ മുകളിൽ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഈ കവിതയുടെ ലൈൻസ് സെൻറ്റൻസ് ആക്കി എഴുതിയാലും മതി. नेक्स्ट सूचना देखो. IIM कलाम के बहाने फिल्म लेकर यह अंश पढ़े और 13 से 17 तक के प्रश्नों के उत्तर लिखे. ആ ലേഖനം വായിച്ചിട്ട് അതിലെ 13 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ആ ആൻസർ ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനിവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കൂ. फिल्म में हमारे नायक का असल नाम कलाम नहीं है. टाणी पर काम करने वाले और बच्चों की तरह उसे भी सब चोटू कहकर बुलाते हैं. उसकी माँ जैसलमेर के किसी सुदूर देहात से आकर उसे बाटिसा की चाय की गड़ी पर काम करने के लिए छोड़ जाती है. वह अंग्रेज़ी तो क्या हिंदी भी ठीक से नहीं जानती, लेकिन छोटू सिर्फ छोटू होकर नहीं जीना चाहता. वह खुद ही अपना नाम कलाम रख लेता है. നോക്കൂ, फिल्म में हमारे नायक का असल नाम कलाम नहीं है. टाणी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. ഫിലിമിലെ കലാമിൻ്റെ പേര് കലാം എന്നല്ല, അതായത് ടാണിയിലുള്ള അവിടെയുള്ള ആളുകൾ അവനെ ചോട്ടു എന്നാണ് വിളിക്കുന്നത്. उसकी मां जैसलमेर के किसी सुदूर देहात से आकर उसे बाटिसा की चाय की गड़ी पर काम करने के लिए छोड़ जाती है. അവൻ്റെ അമ്മ അവനെ ജൈസൽമേരിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ബാട്ടി സാഹിബിൻ്റെ കടയിൽ ജോലിക്ക് വേണ്ടി കൊണ്ടാക്കുകയാണ്. വ അംഗ്രേസി തോ ക്യാ ഹിന്ദി ബി ടീക്ക് സെ നഹി ജാൻതി. അവൻക്ക് ഇംഗ്ലീഷ് പോയിട്ട് ഹിന്ദി പോലും ശരിക്ക് അറിഞ്ഞിരുന്നില്ല. ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹി ജീന ചാഹത്ത. പക്ഷേ ചോട്ടു ഒരിക്കലും ഒരു ചായക്കടക്കാരൻ ചോട്ടു ആയിരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. വ ഖുദ് ഹി അപ്നാ നാം കലാം രഖ് ലേത്താ ഹെ. അവൻ സ്വയം തൻ്റെ പേര് കലാം എന്നിടുകയായിരുന്നു. ഇതാണ് ആ പാസേജിൻ്റെ മീനിങ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സഹി വാക്യ ചുൻകർ ലിഖേം. ശരിയായിട്ടുള്ള വാക്യം തിരഞ്ഞെടുത്തിട്ട് എഴുതാനാണ്. ഇവിടെ 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതിയ 1 മാർക്കുണ്ട്. നോക്കൂ, കലാം ടാണി പർ കാം കർത്തി ഹെ. ഇവിടെ കലാം ഏകവചനം പുല്ലിംഗമാണ് അല്ലേ. അപ്പോൾ ഒരിക്കലും കർത്തി എന്ന് വരില്ല. കർത്തി എന്ന് വരുമ്പോൾ സ്ത്രീലിംഗത്തിലാണ്. ഹേം എന്ന് കൊടുത്തിരിക്കുന്നത് ബഹുവചന രൂപത്തിലാണ്. അടുത്തത് കലാം ടാണി പർ കാം കർത്തി ഹെ. അവിടെയും കർത്തി എന്ന് സ്ത്രീലിംഗത്തിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കലാം ടാണി പർ കാം കർത്തി ഹും അല്ലേ, അതും തെറ്റാണ്. ലാസ്റ്റ് വൺ കലാം ടാണി പർ കാം കർത്താ ഹെ അല്ലേ. കലാം ഏകവചനം പുല്ലിംഗത്തിലാണ്. അപ്പോൾ കാം കർത്താ ഹെ. കലാം ടാണി പർ കാം കർത്താ ഹെ. ഘ, അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മാം കലാം കോ ചായ് കി ഗഡി പർ ക്യോം ഛൂട്ട് ജാത്തി ഹെ. അമ്മ എന്തിനാണ് കലാമിനെ ചായക്കടയിൽ നിർത്തിപ്പോയത്? എന്തിനു വേണ്ടിയിട്ടാണ് ചായക്കടയിൽ നിർത്തിപ്പോയത്? അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്, നോക്കൂ. അംഗ്രേസി പഠ്നെ കെ ലിയെ, കാം കർണെ കെ ലിയെ, ഹിന്ദി പഠ്നെ കെ ലിയെ, കലാം ബന്നെ കെ ലിയെ. അല്ലേ? ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത് അംഗ്രേസി പഠ്നെ കെ ലിയെ, ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി. പിന്നെ കാം കർണെ കെ ലിയെ, ജോലി ചെയ്യുന്നതിന് വേണ്ടി. ഹിന്ദി പഠ്നെ കെ ലിയെ, ഹിന്ദി പഠിക്കുന്നതിന് വേണ്ടി. കലാം ബന്നെ കെ ലിയെ, കലാം ആവുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചായക്കടയിൽ അമ്മ നിർത്തിപ്പോയത്? ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ രണ്ടാമത്തെ കായൽ കൊടുത്തിരിക്കുന്നത് കാം കർണെ കെ ലിയെ. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതിനൊരു മാർക്കുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15. ചോട്ടു ഗുദ്ഹി അപ്പന നാം കലാം രഖ് ലേത്ത ഹെ ക്യോം. ചോട്ടു എന്തിനാണ് തൻ്റെ പേര് കലാം എന്നിടാൻ കാരണം? ആ ക്വസ്റ്റ്യന് 3 മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ ആ പാസേജിൽ താഴെ കൊടുത്തിട്ടുള്ള ഭാഗം നോക്കൂ. ലാസ്റ്റ് സെൻറ്റൻസ്, ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നെഹി ജീന ചാത്ത. അവനൊരിക്കലും ഒരു ചോട്ടുവായി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. വൗ ഗുദ്ഹി അപ്പന നാം കലാം രഖ് ലേത്ത ഹെ. അവൻ സ്വയം തന്നെ കലാമായിട്ടിടാനാണ് ആഗ്രഹിച്ചിരുന്നത്. വൗ ഗുദ് കലാം കെ ജൈസ മഹാൻ ബന്ന ചാത്ത ഹെ. അവൻ സ്വയം കലാമിനെ പോലെ മഹാനായി തീരാൻ ആഗ്രഹിക്കുന്നു. വഹ് ലഡ്ക ബഹുത്ത് ഗരീബ് തോ ഹെ വഹ് സബി സെ ബാത്തേം കർത്ത ഹെ. ആ പയ്യൻ എന്ത് ചെയ്തും, ഒരു പാവപ്പെട്ട ഗരീബ്, പാവപ്പെട്ടവനായിട്ട് ദരിദ്രനായിട്ട് പോലും അവൻ എല്ലാവരോടും നന്നായി സംസാരിക്കുമായിരുന്നു. ഉൻകി ഭാഷ സീഖ് ലേത്തെ ഹെ. എന്നിട്ട് ആളുകളോട് നന്നായിട്ട് ഇടപഴകി അവരുടെ ഭാഷ പഠിക്കുകയും ചെയ്യുമായിരുന്നു. ഗുദ് പടായി ബി കർണ ചാത്ത ഹെ. സ്വയം പഠിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. സ്കൂൾ ജാനെ വാലെ ബच्चे വഹ് ലഡ്ക ബഹുത്ത് ഗരീബ് തോ ഹെ സബി സെ ബാത്തേം കർത്തെ ഹെ. ആ പയ്യന് വളരെ ദരിദ്രനാണെങ്കിലും എല്ലാവരുമായിട്ട് നന്നായി സംസാരിക്കുമായിരുന്നു. ഉൻകി ഭാഷ സീഖ് ലേത്ത ഹെ. അവരുടെ ഭാഷ പഠിക്കുകയും ചെയ്യായിരുന്നു. ഇത് പഠായി ബി കർണ ചാത്തെ. അവന് സ്വയം പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. സ്കൂൾ ജാനെ വാലെ ബच्चों को देखना उसे बहुत पसंद है. സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാണുന്നത് അവനക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു, വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ലൂസി മാഡത്തിൻ്റെ സഹായത്തോടെ അവൻ ഇംഗ്ലീഷും ഫ്രഞ്ചും പഠിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് തന്നിരിക്കുന്ന പാസേജൊക്കെ ഉൾപ്പെടുത്തി എഴുതിയാൽ മതി. അതിന് 3 മാർക്കാണ്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. कलाम को चाय की घड़ी पर छोड़कर जाने के प्रसंग पर माम और बाटिसा के बीच में क्या बातचीत हुई होगी, कल्पना करके लिखे. കലാമിനെ ആ ചായക്കടയിൽ ജോലിക്ക് കൊണ്ടാക്കുന്ന സമയത്ത് കലാമിൻ്റെ അമ്മയും അതുപോലെ ബാട്ടിസായും തമ്മിലുള്ള ഒരു ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ വാർത്താലാപ്, കോൺവെർസേഷനാണ്. അപ്പോൾ അത് കൽപ്പന കർക്കിലേക്ക് നിങ്ങൾ ഇമേജ് ചെയ്തിട്ട് സങ്കല്പിച്ചുകൊണ്ട് എഴുതാനുള്ള ഒരു ഈ സന്ദർഭത്തിന് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കും. അപ്പം ചൂട്ടുക്കി മാം ബാട്ടിസ ബാത്ചീത്ത്, അങ്ങനെ ഒരു ഹെഡിങ് വേണം കൊടുക്കാം. വേണം നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ചൂട്ടുക്കി മാം, ചൂട്ടുവിൻ്റെ അമ്മ എന്താ പറയുന്നത്? മേ ഈസ് ലഡ്കെ കി മാം ഹൂം, ഇസെ ആപ്കി ദുക്കാൻ മേ കാം പർ രഖ്നെ കി കൃപ കീജിയെ. ഞാൻ ഈ പയ്യൻ്റെ അമ്മയാണ്, ഇവനെ ഈ കടയിൽ ജോലിക്ക് നിർത്തിയാലും എന്ന് അപേക്ഷിക്കുകയാണ് ഇയാളെടുത്ത്. ആരടുത്ത്? ബാട്ടിസാൻ്റെ അടുത്ത്. അപ്പോൾ ബാട്ടിസ, ആപ്പ് കാം സെ ആ രഹി ഹേ, ഏ ക്യാ കാം ജാൻത ഹേ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇവൻ എന്ത് ജോലിയാണ് അറിയാം? ചൂട്ടുക്കി മാം, मैं जैसलमेर के पास एक गाँव से आती हूँ, अब कोई भी काम दे वो अच्छी तरह करेगा. ഞാൻ ജയ്സൽമേറിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ആപ്പ് കോയി ബി കാം ദേ, നിങ്ങൾ എന്ത് ജോലിയാണോ നൽകുന്നത് അത് അച്ചി തരേ കരേങ്ക, അവൻ അത് നന്നായി ചെയ്യും. ബാട്ടിസ, മേ ഇസെ കിത്തന രൂപയെ ദേ ദേ, ചോട്ടാലെടുക്ക ഹേ. ഇവനൊരു ചെറിയ പയ്യനല്ലേ, അപ്പോൾ എന്താ ചോദിക്കുന്നത്? മേ ഇസെ കിത്തന രൂപയെ ദേ ദേ, ദേതും, ഞാനിവന് എത്ര രൂപയാണ് നൽകേണ്ടത്? ചോട്ടാലെടുക്ക ഹേ, കൊച്ചു പയ്യനല്ലേ. ചൂട്ടുക്കി മാം, ആപ്പ് കുച്ച് ബി ദീജിയെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. ഇസെ അപ്പിനെ പാസ് രഖ്നേക്ക് കൃപ കരേ, ദയവായി ഇവനെ നിങ്ങളുടെ അടുത്ത് നിർത്തണം. ബാട്ടിസ, ടീക്കെ ഏക്ക് മഹീന ദേഖ് ലേത്താഹും. ഓക്കെ, എന്നാൽ ഞാനൊരു മാസം നോക്കട്ടെ. ചൂട്ടുക്കി മാം, ബഡി മദദ് ഹോഗി സാഹബ്, വലിയൊരു സഹായമാണ് സാഹബ്. ബാട്ടിസ, അന്തർ ആവോ ബേട്ട, അപ്പിനെ സാമാൻ രക്കിലോ, കാം ശുരു കരോ. അകത്തേക്ക് വരൂ മകനെ, ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചോളൂ, നമുക്ക് ജോലി ആരംഭിക്കാം. ചൂട്ടിക്കി മാം,
ധന്യവാദ് ജി, താങ്ക് യു. ബാട്ടിസ TK. ഓക്കെ. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ബാധ്യത്തിന് വാർത്താലാപത്തിനുള്ള 5 മാർക്ക് കിട്ടും. അപ്പോൾ ഈ കോൺവെർസേഷന് എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. 5 മാർക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ് പ്രസംഗക്കെ ആധാർ പർ ചോട്ടു കി ഡയറി ലിഖേ. ഇവിടെ ഡയറി എഴുതാനുള്ളത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന സന്ദർഭത്തിനനുസരിച്ചാണ്. അപ്പോൾ ചോട്ടുവിൻ്റെ ഡയറിയാണ്. അപ്പോൾ ചോട്ടു അന്ന് ഒരു പുതിയ അറ്റ്മോസ്ഫിയറിൽ എത്തുകയാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ എഴുതുമെന്ന് നോക്കാം. നമുക്ക് ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ താരീഖ് എന്ന് എഴുതണം. പിന്നെ ഡയറിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കണം, വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതൊരു ഡയറി സന്തോഷകരമായിട്ടുള്ളവരും ദുഃഖകരമായിട്ടുള്ള ഏതൊരു ഡയറി എഴുതണം നമുക്ക്. ആജിക്കാദിൻ മേ കൈസേ ഭൂലും, ആജിക്കാദിൻ ഇന്നത്തെ ദിവസം, മേം ഞാൻ, കൈസേ ഭൂലും എങ്ങനെ മറക്കും. അപ്പോൾ അവനൊരു പുതിയ സാഹചര്യത്തിൽ എത്തപ്പെട്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സെൻറ്റൻസ് ഉചിതമായിരിക്കും. എന്നിട്ട് പിന്നെന്താ എഴുതാം, ആജ്മേം അപ്പിനി മാം കെ സാത്ത് ഗാവ് സേ ബാട്ടിസാക്കി ചായ്ക്ക് ഗഡിമേ ആയ. ഇന്ന് ഞാൻ എൻ്റെ അമ്മയോടൊപ്പം ഗ്രാമത്തിലെ ബാട്ടിസായുടെ ചായക്കടയിൽ വന്നു. മുജെ ചോടുക്കർ മേരി മാം ഗാവ് ചലി ഗയി. എന്നെ ഇവിടെ ആക്കിയിട്ട് എൻ്റെ അമ്മ പോയി. അപ്പോൾ അവനവിടെ ജോലിക്ക് നിർത്തിയിട്ട് അമ്മ അവിടെ നിന്ന് പോയി. ഇങ്ങനെ പറഞ്ഞിട്ട് ആ സന്ദർഭം നിങ്ങൾ ഐഡിയക്കനുസരിച്ച് വിവരിച്ചിട്ട് ഡയറിയുടെ ലാസ്റ്റ് വേണം കൊടുക്കുക. ആജിക്കാദിൻ മേരി ജിന്ദഗി മേ അവിസ്മരണീയ ഹോഗ. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്ത കാര്യമാണെന്നല്ലേ, അവിസ്മരണീയമായ കാര്യം. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ സെൻറ്റൻസ്, ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ സെൻറ്റൻസൊക്കെ എല്ലാ ഡയറിയിൽ സ്യൂട്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം സെൻറ്റൻസൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഏത് തരം ഡയറി ചോദിച്ചാലും കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ. ബാത്ചീത്ത് അതായത് വാർത്താലാപ്, നമ്മളിപ്പോൾ മുകളിൽ ചെയ്ത കോൺവെർസേഷനും 5 മാർക്കാണ്. അതേപോലെ തന്നെ ഈ ഡയറിക്കും 5 മാർക്കാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എഴുതുക. നെക്സ്റ്റ് സൂചന നോക്കൂ. सबसे बड़ा शोमैन जीवनी का यह अंश पढ़े और 18 से 22 तक के प्रश्नों के उत्तर लिए. सबसे बड़ा शोमैन എന്ന് പറഞ്ഞ ജീവനിയെ ആധാരമാക്കിക്കൊണ്ടാണ് ഇവിടെ 18 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ളൊരു പാസേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗാന അബി ആദാഹി ഹുവാദ കി സ്റ്റേജ് പർ പൈസോं की ബോച്ചോർ ശുരു ഹോ ഗയി. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ പൈസകൾ ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങി. चार्ली ने गाना रोक दिया और घोषणा की कि पहले मैं यह पैसा बटोरूंगा और उसके बाद ही गाऊंगा. അപ്പോൾ ചാർലി ചാപ്ലിൻ എന്താ പറയുന്നത്? ചാർലി ചാപ്ലിൻ അപ്പോൾ പാട്ട് നിർത്തിയിട്ട് പറയും, ആദ്യം ഞാൻ ഈ പൈസ കളക്ട് ചെയ്യട്ടെ എന്നിട്ട് പാടാമെന്നുള്ളത്. ഇസ് ബാത്തിനെ ഹോൾ കോ ആംസീഗർ മേ തബ്ദീൽ കർ ദിയ. ഈ കാര്യം ആ ഹോളിനെ മൊത്തം ഒരു ചിരിവീടാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ആ ഹോളിൽ മൊത്തം എല്ലാവരും ഇത് കേട്ടപ്പോൾ, ഈ തമാശ കേട്ട എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 18, സഹി വാക്യ ചുൻകർ ലിഖേ. ശരിയായ വാക്യം തിരഞ്ഞെടുത്തിട്ട് എഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ചാർലി ഗീത് ഗാനി ലഗേ, ചാർലി ഗീത് ഗാനേ ലഗ, ചാർലി ഗീത് ഗാനേ ലഗി. ഇവിടെയും നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന 13ാമത്തെ ക്വസ്റ്റ്യനെ പോലെ തന്നെ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസാണ് എടുത്ത് എഴുതാനുള്ളത്. അപ്പോൾ ചാർലി ഗീത് ഗാന ലഗ, ചാർലി പുല്ലിംഗ് ആയതുകൊണ്ട് ഗാന ലഗ എന്നാണ് അവിടെ വേണ്ടത്. അപ്പോൾ രണ്ടാമത്തതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പഹലെ മേ യേ പൈസെ ബട്ടൂരൂങ്ക ഐസ കിസ്നെ കഹ. ആദ്യം ഞാൻ ഈ പൈസയൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ, ഇങ്ങനെ ആരാണ് പറഞ്ഞത്? അങ്ങനെ? ചാർലി. അപ്പോൾ 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ചാർലി. ക്വസ്റ്റ്യൻ നമ്പർ 20, ഹോൾ ആംസീഗർ മേ കൈസെ തബ്ദീൽ ഹോ ഗയ. ഈ ഹോള്, ഈ പരിപാടി നടക്കുന്ന ഹോള് ഒരു ചിരിവീടായിട്ട് മാറി. എങ്ങനെയാണ് ഒരു ചിരിവീടായിട്ട് മാറിയത്? അതിൻ്റെ ആൻസർ ഈ പാസേജിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ ഒരു മധ്യത്തിലായിട്ട് അത് കൊടുത്തിരിക്കുന്നത്. സ്റ്റേജ് पर पैसों की बौछार शुरू हो गई. चार्ली ने गाना रोक दिया और घोषणा की कि पहले मैं ये पैसा बटोरूंगा और उसके बाद ही गाऊंगा. इस बात ने हॉल को आमसीगर में तब्दील कर दिया. ഇതാണ് അതിൻ്റെ ആൻസർ.
नेक्स्ट क्वेश्चन നോക്കൂ. क्वेश्चन नंबर 21. इस प्रसंग के आधार पर पढ़कथा का एक दृश्य लिखिए. അപ്പോൾ പടുക്കഥ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരു 4 കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തായിട്ട് സ്ഥാന് ഓർ സമയം, സ്ഥലവും അതുപോലെ തന്നെ സമയവും. പിന്നെ രണ്ടാമത്തായിട്ട് കഥാപാത്ര, പിന്നെ പാത്രവും കി ആയു, കഥാപാത്രങ്ങളുടെ ആയു എന്ന് പറഞ്ഞാൽ ഏജ്, ഉമ്ര എന്നൊക്കെ പറയും, വയസ്സ്. പിന്നെ വേഷഭൂഷ, അവരുടെ ഡ്രസ്സിങ്, ഘടന എക്സെട്ര. ഇതാണ്. മൂന്നാമത്തേതായിട്ട് ദൃശ്യിക്ക വിവരണം, കൊടുത്തിരിക്കുന്ന ദൃശ്യത്തിൻ്റെ ഒരു വിവരണം. നാലാമതായിട്ട് സ്വാഭാവിക ഓർ പാത്രാനുകൂൽ സംവാദ്, സ്വാഭാവികമായിട്ടുള്ള കഥാപാത്രത്തിനനുസരിച്ചുള്ള സംവാദമാണ് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 21 ഇട്ടിട്ട് നമ്മൾ ദൃശ്യം എന്ന് എഴുതാം. സ്ഥാൻ എന്ന് കൊടുത്തിട്ട് ഏക്ക് ഹോൾമേ, വേണമെങ്കിൽ ഏക്ക് ലണ്ടൻ ഹോൾമേ എന്ന് വേണം കൊടുക്കുക, അല്ലെങ്കിൽ ഏക്ക് ഹോൾമേ. അതൊന്നും അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായാലൊന്നും കുഴപ്പമില്ല. കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി ഓരോ കാര്യങ്ങളും. അതോ പോയിൻറ്റ് ബേസ്ഡായിട്ട് എഴുതിയാൽ മാർക്ക് കിട്ടും ചെയ്യും. അപ്പോൾ സ്ഥാനം എഴുതി. പിന്നെ അടുത്ത് സമയം ഷാംകോ 4 ബജെ അല്ലേ. അപ്പോൾ ഈ പരിപാടി നടക്കുന്ന ഏകദേശം വൈകുന്നേരം 4 മണിക്ക്. ഷാംകോ 4 ബജെ, വൈകുന്നേരം 4 മണി. അതൊന്നും ടൈം കൃത്യമായിട്ടാവണമെന്നില്ല. വൈകുന്നേരം ഷാം ആവാം, ദുപ്പഹർ ആവാം, സബേര ആവാം, ഇതൊന്നും കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. നെക്സ്റ്റ് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ചാർലി എന്ന് എഴുതിയിട്ട് നമ്മൾ 2 ഡോട്ട് ഇട്ടിട്ട് അവിടെ എഴുതിയ കരീബ് 5 സാൽക്കാലം എടുക്കുക. ഏകദേശം ഒരു 5 വയസ്സായ ഒരു പയ്യനാണ് അല്ലേ. ലഗ്ബഗ് 5 സാൽക്കാലം എടുക്കാം. പിന്നെ വേഷഭൂഷ, അവൻ്റെ വേഷഭൂഷാദികൾ എന്തൊക്കെയാണ്. പത്തലൂൻ ഔർ കമീസ് പഹനാഹെ. പത്തലൂൻ എന്ന് പറഞ്ഞാൽ ഈ ജുബ്ബ, പൈജാമ, പാൻറ്റ് പോലുള്ള അതും കമ്മീസുമാണ്, ടോപ്പുമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചാർലിയുടെ വേഷഭൂഷയാണ്. അടുത്തത് ചാർലിക്ക് മാം, രണ്ടാമത്തെ കഥാപാത്രം ചാർലിക്ക് മാം ഏകദേശം ഒരു 40 സാൽക്കി ഔറത്ത്, ഒരു 40 വയസ്സോളം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ വേഷഭൂഷ ഗൗൺ പഹനിയെ, ഗൗണ്, പിന്നെ ഒരു നീളത്തിലുള്ള ഉടുപ്പ് പോലെയല്ല, അവർ പിന്നെ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ധരിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ഡ്രസ്സ്. പിന്നെ തേർഡ് മാനേജർ 5 സാൽക്ക ആദ്മി, ഒരു 50 വയസ്സായിട്ടുള്ള വ്യക്തിയാണ്. പത്തലൂൻ ഔർ കമീസ് പഹനാഹെ, അതുപോലെ പൈജാമി ജുബിൻ തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. പിന്നെ നാലാമത്തത് ഹോളിൽ പിന്നെ ആരാളുള്ളത്. ദർശക് എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാർ. പിന്നെ നമ്മളവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് ചാർലി സ്റ്റേജ് പർ അകേലെ ഗഡാഹെ ഏക്ക് കോനേമേ മാനേജർ ബിഹെ. ഇത് ബ്രാക്കറ്റിൽ കൊടുക്കാൻ കാരണം അവിടെ അപ്പോഴുള്ള ആ ഒരു സന്ദർഭമാണ്. അതായത് ചാർലി സ്റ്റേജിൽ അകേലെ ഗഡാഹ, ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഏക്ക് കോനേമേ മാനേജർ ബിഹ, അതിൻ്റെ ഒരു മൂലയിൽ ഒരു കോർണറിലായിട്ട് മാനേജറും ഉണ്ടായിരുന്നു. അതാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത്. പിന്നെ സംവാദ്, നമുക്ക് അവർ തമ്മിലുള്ള സംവാദം നോക്കാം. അപ്പോൾ ആ ദൃശ്യം 1 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത്. ചാർലി പ്യാരെ ശ്രോതാവോ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, मैं आपके सामने एक गीत प्रस्तुत करना चाहता हूँ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഗാനം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദർശക് ജോർസെ ബ്രാക്കറ്റിൽ കൊടുക്കട്ടാ. ദർശക് അവിടെ നടക്കുന്ന ആ കാര്യങ്ങൾ എന്താണ്, ആ ബഹളം നടക്കുന്നത്. ജോർസെ എന്ന് പറഞ്ഞാൽ വളരെ ഉച്ചത്തിൽ. ദർശകൻ എന്താ പറയുന്നത്, സുനാവോ, കേൾക്കാം എന്നുള്ള രീതിയിൽ ദർശക് വിളിച്ചു പോവുകയാണ്. അപ്പോൾ ചാർലി സ്റ്റേജ് पर മേരാ പഹല അനുഭവം, സ്റ്റേജിൽ എൻ്റെ ആദ്യത്തെ അനുഭവമാണിത്. ഞാൻ ഈ പാടാൻ പോകുന്നത് സ്റ്റേജിലുള്ള എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ആപ് മേരി സഹായത കീജിയെ, നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. അപ്പോൾ ദർശക് ടീക്ക് ഹേ സുനാവോ, ടീക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ കേൾക്കാമെന്നുള്ള വിളിച്ച് പറയാണ് അവർ. അങ്ങനെ അവർ ഉച്ചത്തിൽ വിളിച്ച് പറയാണ്. പിന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ചാർലി ഗീത് ഗാനെ ലഗ്താഹെ ദർശക് ദോഡാസ ശാന്ത് ഹോത്താഹെ. അങ്ങനെ ചാർലി ഗാനം ആലപിക്കാൻ തുടങ്ങി, അതായത് പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ ദർശക് ദോഡാസ ശാന്ത് ഹോത്താഹെ, കാഴ്ചക്കാരെല്ലാവരും പിന്നെ പതുക്കെ ഹോള് മൊത്തം ശാന്താവാൻ തുടങ്ങി. അതും ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഇത്രയും മതി ഒരു സീന്. ഇത്രയും ഒരു സീനിൽ നിങ്ങൾ പടുക്കഥ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ചാപ്ലിൻ സ്മൃതി मंच के नेतृत्व में 16 अप्रैल 2021 को चैपलिन दिवस पर दिल्ली के करोल बाग में सर्कस फिल्म का समकालीन महत्व विषय पर संगोष्ठी होने वाली है, इसके लिए एक पोस्टर तैयार करें.
അപ്പോൾ ശ്രദ്ധിക്കുക, കോൺവെർസേഷനും ഡയറിക്കും പടുക്കഥയ്ക്കും ഒക്കെ ഉള്ള പോലെ തന്നെ പോസ്റ്ററിനും 5 മാർക്കാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ പിന്നെ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെക്കാൾ വളരെ എളുപ്പത്തിൽ 5 മാർക്ക് ലഭ്യമാവുകയും ചെയ്യും പോസ്റ്ററിന്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുന്ന മുമ്പ് നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിരിക്കണം. അതിൽ 2 രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ഇവിടെ കൊടുത്തിരിക്കുന്ന ചാർലിൻ സ്മൃതി മഞ്ച് ന്യൂഡൽഹിയിൽ ചാർലിൻ സ്മൃതി മഞ്ചിൻ്റെ നേതൃത്വത്തിൽ 16 ഏപ്രിൽ 2021 ഒരു വൈകുന്നേരം 4 മണിക്കൊക്കെ ആയിട്ട് സർക്കസ് ഫിലിമിൻ്റെ സമകാലീന മഹത്വ വിഷയത്തെക്കുറിച്ചിട്ടൊരു സങ്കോഷ്ഠിയാണ് നടക്കുന്നത്. അപ്പോൾ സബ്കാ സ്വാഗത്, അപ്പോൾ ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതിയിട്ട് നമുക്ക് സബ്കാ സ്വാഗത് എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് അങ്ങനെ പോസ്റ്റർ തയ്യാറാക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഹെഡിങ് കൊടുത്തിട്ട് സ്ഥാന്, സമയ്, താരീഖ് എന്നൊക്കെ പറയുന്നിട്ട് പിന്നെ ഉദ്ഘാടക് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ പ്രമുഖ വ്യക്തികളോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരുടെയെങ്കിലും പേരൊക്കെ വേണമെങ്കിൽ കൊടുക്കാം ഉദ്ഘാടകന്. അപ്പോൾ അങ്ങനെയും തയ്യാറാക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ എഴുതാം: ചാപ്ലിൻ സ്മൃതി मंच नई दिल्ली 16 अप्रैल 2021 शाम को 4 बजे सर्कस फिल्म का समकालीन महत्व विषय पर संगोष्ठी का आयोजन करता है, सबका स्वागत है. ഇത് ഒന്നിച്ചങ്ങ് എഴുതിയിരിക്കുകയാണ്. എങ്ങനെയല്ലെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥാന, സമയ, താരീഖ്, ഉദ്ഘാടക എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ എഴുതുക. മുകളിൽ ഹെഡിങ്ങും താഴെ സബ്കാ സ്വാഗത് എന്ന് എഴുതിയാലും മതി. അപ്പോൾ അതിന് 5 മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. വളരെ എളുപ്പത്തിൽ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പോസ്റ്റർ. ആരും അത് ഒഴിവാക്കരുത്. അപ്പോൾ പിന്നെ ഹെഡിങ്ങൊക്കെ ഒന്ന് ബോൾഡായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഒരു ബോക്സിനുള്ളിലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെ വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും 5 മാർക്ക് കിട്ടും. നെക്സ്റ്റ് സൂചന: ठाकुर का कुआम कहानी का यह अंश पढ़े और 23 से 25 तक के प्रश्नों के उत्तर लिखे. ഇവിടെ ഠാക്കൂർ കാ കുവാം എന്ന് പറഞ്ഞ കഹാനി, അതായത് 23 മുതൽ പിന്നെ 31 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയ അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഇന്നിവിടെ ചർച്ച ചെയ്ത് ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററായ ബാലേൻ സാറിൻ്റെയൊക്കെ ബീർ ബഹുട്ടി എന്നുള്ള ചാപ്റ്റർ, അതിൽ നിന്ന് തന്നെ ഡയറിയും വാർത്താലാപവും പിന്നെ അതുപോലെ തന്നെ പടുക്കഥയും പോസ്റ്ററും എല്ലാം ചോദിക്കാൻ പറ്റിയ ഒരു പാഠഭാഗമാണ് ബീർ ബഹുട്ടി ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിലെല്ലാ ആക്ടിവിറ്റി നന്നായിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ നന്നായിട്ട് ആൻസർ ഷീറ്റ് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. എവിടെയെങ്കിലും വിട്ടുപോയതോ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നതൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് അറിയാത്ത ഭാഗങ്ങൾ ഡാഷ് ഇട്ട് വെക്കാനോ അവിടെ ഹിന്ദിക്ക് പകരം ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതി വെക്കാൻ പാടില്ല. അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കുറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. കുട്ടിക്ക് ഇതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് അറിയില്ല എന്നുള്ളൊരു ബോധം പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡയറി, പടുക്കഥ, പത്ര, വാർത്താലാപ് മുതലായ ഒക്കെ 5 മാർക്ക് വീതം കിട്ടുന്ന ആൻസർ പിന്നെ ക്വസ്റ്റ്യൻസാണ്. അതുപോലെ തന്നെ പോസ്റ്റർ, അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ നല്ല രീതിയിൽ ആൻസർ ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. ധന്യവാദ്.